കോട്ടയം പാല ബൈപ്പാസിൽ അടിയിൽ കുരുങ്ങിയ സ്കൂട്ടറുമായി ലോറി ഓടിയത് 8 കിലോമീറ്റർ ദൂരം. റോഡരികിൽ സംസാരിച്ചു നിന്ന യുവാക്കളെ ഇടിച്ചിട്ട ശേഷമാണ് സ്കൂട്ടർ വലിച്ചിഴച്ചത്. ഗുരുതരമായി പരിക്കേറ്റ 2 യുവാക്കൾ ചികിത്സയിലാണ്. ടോബി ജോൺസൺ വിവരങ്ങൾ നൽകും കോട്ടയത്ത് നിന്ന്. ടോബി, ഇതെങ്ങനെയാണ് സംഭവിച്ചത്? 8 കിലോമീറ്റർ ഈ ചെറുപ്പക്കാരെയും കൊണ്ട് ഈ ലോറി പോവുക, അത് വഴിയരികിൽ നിന്ന് ആളുകളെ ഇതിൽ എങ്ങനെ കുരുങ്ങുന്നു, അവരെങ്ങനെ കുരുങ്ങുന്നു, എന്താണ് സംഭവിച്ചത് ടോബി? വിജയകുമാർ, ഒരു സാധാരണ അപകടമായി ഇതിനെ കാണാൻ സാധിക്കില്ല. 8 കിലോമീറ്ററോളമാണ് ഈ സ്കൂട്ടറുമായി ഈ ലോറി സഞ്ചരിച്ചത്. ബൈപ്പാസ് തുടങ്ങുന്ന സ്ഥലത്ത് വെച്ചാണ് ഇന്നലെ രാത്രിയിൽ ഈ അപകടം, പാലാ ബൈപ്പാസ് തുടങ്ങുന്നിടത്ത് വെച്ചാണ് അപകടം ഉണ്ടായത്. അവിടെ നിന്നും ഈ വണ്ടി ഈ സ്കൂട്ടറിൽ ഇടിച്ച ശേഷം ആ സ്കൂട്ടർ ഈ ലോറിയുടെ അടിയിൽ പെടുന്നു. അവിടെ നിന്ന് ഏകദേശം 8 കിലോമീറ്ററോളം സഞ്ചരിച്ച് മരങ്ങാട്ടുപള്ളി ഭാഗത്ത് എന്നാണ് ഈ വാഹനം നിന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വാഹനം ഇടിക്കുമ്പോൾ സ്കൂട്ടറിന് അടുത്തായി 2 യുവാക്കൾ, മേവട സ്വദേശികളായിട്ടുള്ള 2 യുവാക്കൾ ഉണ്ടായിരുന്നു. അവർക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരെ സമീപത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ ഡ്രൈവറുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച തന്നെയാണ് ഈ ഇത്തരത്തിലുള്ള ഒരു അപകടത്തിന് കാരണമെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഇയാൾ മദ്യപിച്ചിരുന്നതായിട്ടുള്ള സൂചനകൾ കൂടി പോലീസിന് ലഭിക്കുന്നുണ്ട്. എന്തായാലും തുടർ നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. വലിയൊരു അപകടം തന്നെയാണ്. മറ്റ് വാഹനങ്ങളിലൊന്നും തന്നെ ഈ ലോറി ഇടിച്ചില്ലെങ്കിലും ഗുരുതരമായ ഒരു അപകടകരമായ രീതിയിൽ തന്നെയാണ് ഈ വാഹനം പോയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പരിക്കേറ്റ 2 യുവാക്കളെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ 8 കിലോമീറ്റർ യാത്ര ചെയ്ത് ഈ വാഹനം മറ്റൊരു പോസ്റ്റിൽ ഇടിച്ചായിരുന്നു നിന്നത്. എന്തായാലും മറ്റ് ഗുരുതരമായിട്ടുള്ള അപകടങ്ങളൊന്നും തന്നെ ഉണ്ടാകാതിരുന്നത് ഭാഗ്യമായി തന്നെ നാട്ടുകാർ കാണുന്നു. പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. വിജയകുമാർ, അടിയിൽ കുരുങ്ങിയ സ്കൂട്ടറുമായി ലോറി 8 കിലോമീറ്ററാണ് ഓടിയത്. പരിക്കേറ്റ 2 യുവാക്കൾ അവർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അവരുടെ പരിക്ക് ഗുരുതരമാണ് എന്ന് പറയുന്നു. ടോബി ജോൺസൺ ആണ് കോട്ടയത്തുനിന്ന് വിവരങ്ങൾ നൽകിയത്.